പരിശുദ്ധ ഖുർആൻ വന്നിറങ്ങിയതിവിടം പരിപൂർണ റസൂലുള്ള പിറന്നതുമിവിടം നിസാമിക്ക് കവിതകളുരുവിട്ടതിവിടം മസ്നബിക്കുറവയമറബിക്കെട്ടിവിടം തൊടുത്ത മരത്തിൻ്റെ കനികളും ജിറാദെന്ന കിളികളും ചുടുകാറ്റിനൊലികളും ഇടയ്ക്കിടയ്ക്ക് കച്ചോട സംഘങ്ങൾ പോകുന്ന പാതകളും ഒട്ടകങ്ങൾ വരി വരി വരിയായി കാരക്ക മരങ്ങൾ നിര നിര നിരയായി ഒട്ടിട വീട്ടുയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു തൊടുത്ത മരത്തിൻ്റെ കനികളും ജിറാദെന്ന കിളികളും ചുടുകാറ്റിനൊലികളും ഇടയ്ക്കിടയ്ക്ക് കച്ചോട സംഘങ്ങൾ പോകുന്ന പാതകളും. എന്താ പാട്ട് ഇഷ്ടായ ആർക്കും? നന്നായി പാടിയിട്ടുണ്ട് കേട്ടോ അതിനേട്ടാ. അടിപൊളി അടിപൊളി അടിപൊളി. ഓ മതി 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 വാങ്ങി. എന്ത് തീർക്കളാ. കുറെ കൂട്ടുകാര് പറഞ്ഞതാണ് നമ്മുടെ വീഡിയോക്ക് മാറ്റം വരുത്തണം എന്നുള്ളത്. അപ്പൊ നമ്മൾ സ്കൂളൊക്കെ പൂട്ടി കഴിഞ്ഞാൽ മാറ്റം വരുത്തുമെന്ന് പറഞ്ഞതാണ്. അപ്പൊ അത് മാറ്റം വരുത്താൻ പോവാണ് കേട്ടോ. നമ്മളപ്പോൾ ചലഞ്ചിങ് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിരുന്നില്ലേ, സ്കൂൾ പൂട്ടട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം പൂട്ടി. അപ്പം മക്കൾ തന്നെ അതിൻ്റെയൊക്കെ ഓരോ ഐഡിയകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നു കേട്ടോ. അപ്പോൾ അമ്മു എന്തൊക്കെ സിനിമാ പേരും കാര്യങ്ങളൊക്കെ എഴുതി ഇതാ വെച്ചിട്ടുണ്ട്. നമുക്കൊന്നും അറിയില്ല. നമ്മൾ നേരത്തെ ഒന്ന് ചെയ്തതാണ് ഇതേപോലെ പേരൊക്കെ വെച്ചിട്ട് കേട്ടോ. പക്ഷെ അതെല്ലാവർക്കും അറിയായിരുന്നു, കാരണം എല്ലാവരും പാടെ മത്സരിച്ചിട്ട് എഴുതലായിരുന്നു കേട്ടോ. അപ്പോൾ ലേട്ടാ പറയേ. അതെ. അപ്പോൾ എന്താ വെച്ചെങ്കിൽ ഇതിപ്പോൾ ആരും കാണാതെ പേരെഴുതിയിട്ട് കൊണ്ടുവന്നാണ് അമ്മുവിന് മാത്രമേ ഇതിൽ എന്തൊക്കെ പേരുള്ളതെന്ന് അറിയൂ. അപ്പോൾ സുകന്യ കുട്ടീനെ ഓർക്കാൻ പോയിട്ട് സുകന്യ വരികയും ചെയ്തു. എന്തായാലും അതിൻ്റെ ഇടയിൽ അത് നന്നായി, പൊന്നു ഉറങ്ങുകയും ചെയ്തു. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിൻ്റെ റൂൾസൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊന്ന് ആരാണോ എടുക്കേണ്ടത് അവരെടുക്കുക, അവിടെ പോയി ക്യാമറയിലേക്ക് കാണിക്കുക, എന്നിട്ട് ഇവിടെ ക്യാമറയിൽ നമ്മളെ കാണുന്ന രീതിക്ക് വന്ന് നിൽക്കുക, എന്നിട്ട് അത് ഏതാണെന്നുള്ളത് അവർ അഭിനയിച്ച് കാണിക്കുക. അപ്പോൾ നമ്മൾ പറയുക. മനസ്സിലായില്ല കാര്യങ്ങൾ എങ്ങനെയാന്നുള്ളത്? കുലുങ്ങുക, ഡാൻസ്. അടി അതാ കുട്ടി നീച്ചക്കണോ? പറയട്ടെ, ഫ്രൂട്ട്സ് പറയുന്നില്ല. നമ്മൾ എന്താണ് ഇതില്? ഫ്രൂട്ട്സ് അല്ല ഇപ്പൊ കിട്ടും ഫ്രൂട്ട്സ്. അതൊന്നിപ്പോൾ ഞാൻ തന്നെ ഒന്ന് എടുക്കാം എന്തായാലും. അല്ല, അത് രണ്ടെണ്ണം പെട്ടു. ഒന്ന് മതി. അമ്മൂന് കാണിച്ചു കൊടുക്കും. ഇതെന്താ നോക്കട്ടെ. ഇങ്ങനെയൊക്കെ ഒരു സിനിമ പേരുണ്ടോ? ഈശ്വര, അതെങ്ങനെ ഇത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കുക? പിറകെ ഒരാൾ വരുന്നതോ? അച്ഛന്റെ പിന്നാലെ നിഴലോ? അയാളുടെ പിറകെ മുമ്പിലോ പിറകിലോ? നടക്കേ? രണ്ടാള് നടക്കേ? റോഡിൽ കൂടെ രണ്ടാള് നടക്കേ? ആ, ഒരാള്. പിന്നിക്കൂടെ. അപ്പൊ എന്താ അതെന്താ സിനിമ? ഭഗവാനെ, ഇതെന്താ അത്? ഇവിടുന്ന് കിട്ടിയോ അമ്മു ഇതൊക്കെ പേര്? ടു കൺട്രീസാ? അതൊന്നല്ലേ? പിന്നെന്താ? പിറകെ? നിഴലോ?
കുളോ കിണറോ ബക്കറ്റോ കൊട്ടേ കൊട്ടേ മാനത്തെ കൊട്ടാരോ കൊട്ട കൂടെ കൂടെ എവിടെയെന്നോ കൂട് 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 കൂ വെച്ചിട്ട് തുടങ്ങണേ കിളിക്കൂട് എന്റെ ദൈവം ഇതെന്ത് കിട്ടാത്ത നിങ്ങള് പറഞ്ഞാട്ടെ ഇപ്പോഴോ കിളിക്കൂടോ കൂടെ എവിടെ കൂടെ കൂടെ എന്തോ ഒരു കഷ്ടപ്പാട്. ഞാനല്ലേ പറഞ്ഞു ഇങ്ങനെയൊക്കെ സിനിമ പേര്, ഇങ്ങനെയൊക്കെ സിനിമ പേരുണ്ടോ ദൈവം? കിച്ചുട്ടൻ കിച്ചുട്ടൻ. ഇനി ആരാ എടുക്കുക? അച്ചുടുത്തോ? അച്ചുടുത്തോട്ടെ കുഞ്ഞങ്ങോട്ട് അച്ചുട്ടി. അയ്യോ ചുട്ടി ഇരിക്കി ഇവിടെ ഇരിക്കും ഇവിടെ ഇരിക്കും. പോലീസോ പട്ടാളം NCC ആണ്. സല്യൂട്ടോ പോലീസ് സല്യൂട്ട് പറഞ്ഞിട്ട് സിനിമ ഉണ്ടോ? ഭഗവാനി ഇതൊക്കെ എപ്പോഴാകുമ്പോ കണ്ടുപിടിച്ച് ഗൂഗിൾ സെർച്ച് ചെയ്ത് പോട്ട്. ഞാനൊക്കെ ആദ്യമായിട്ട് കൂടെ എന്നൊക്കെയുള്ള സിനിമയുടെ പേര് ആദ്യമായിട്ട് മേമ വേണ്ടതായിരുന്നോ? എന്താ വീണ്ട കൊമ്പ് കൊമ്പ് മാന് മാന് പശു ആട ആട് ആട് കുഞ്ഞവിടെക്കടാ കുഞ്ഞനെ ഒന്ന് ജീവിക്കണം കേട്ടാ. രക്ഷപ്പെട്ടത് കുഞ്ഞനെ അമ്മേനെ പോലെ കണ്ടു കണ്ടു കണ്ടാ ഇങ്ങോട്ട് തിന്നു. അയ്യോ ഇത് എങ്ങനെയാ പറയാ? പറയാ കുറച്ചോ ഉണ്ണിയോ കുട്ടിയോ കൊഞ്ചിക്കലോ കൊഞ്ചി താരാട്ടോ കമ്മലോ കിലുക്കം കാതോ ചെവി മണിയോ പാടല്ലോ വർത്താനം പറയാ സംസാരിക്കുക കിളിക്കഞ്ഞ് കാതോ ചെവി 28 മോതിരം വെള്ളിയോ സ്വർണം സ്വർണ്ണ മോതിരം സ്വർണ്ണ കമ്മലോ
സ്വർണം, വെള്ളി, വെള്ളി മോതിരം, വെള്ളി, വെള്ളി, ആ വെള്ളി, വെള്ളി, വെള്ളി സ്വർണം, വെള്ളി സ്വർണം, വെള്ളി സ്വർണം, വെള്ളി സ്വർണം, വജ്രോ, ഡയമണ്ടോ, പ്ലാറ്റിനോ, ഇരുമ്പോ, മറ്റേതാണമ്മ നമ്മുടെ വജ്രോ, അല്ല തങ്കോ, ആ തങ്കം, തങ്കം പറഞ്ഞ സിനിമ ഉണ്ടോ? പിന്നെന്താ ഏ? കുഞ്ഞിന് പറഞ്ഞു ഇതൊക്കെ എപ്പോ കൊടുക്കട്ടോ. ഇറങ്ങിയ സിനിമയാണ്? ഈശ്വര, ഞാൻ ആദ്യം എന്താ പറഞ്ഞത് മനസ്സിലായോ? കുട്ടീനെ നമ്മള് കൊഞ്ചിക്കില്ലേ തങ്കോന്നൊക്കെ പറഞ്ഞിട്ട്. അടുത്തടുത്ത കുഞ്ഞുകുട്ടിക്ക് എന്തായാലും അവനോട് പറഞ്ഞു കാണിക്കാൻ പറ്റില്ല. ആറാം തമ്പുരാനാണ് അവ ഇങ്ങനെ ഇങ്ങനെ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇങ്ങോട്ട് വാ. അതാ നോക്കി നോക്കി അമ്മ നോക്കി തെരഞ്ഞെടുക്കണം. അത് പറ്റില്ല കേട്ടോ അമ്മ സാമർത്ഥ്യം. ഇങ്ങോട്ട് പോര്. എന്താ? ആ ശരി. ഒന്ന് രണ്ട് ഒന്ന് കഴിഞ്ഞ് പിന്നെ രണ്ടല്ലേ? അത് കഴിച്ചിലായി. എന്താണ് വൺ പറഞ്ഞിട്ട് സിനിമ ഉണ്ടോ? മമ്മൂട്ടർ സിനിമ ഉണ്ട്. അച്ചു ആവേശം കയറി. അമ്മ ഒരുക്കി എന്താണ്? ആ എന്താണ് അങ്ങോട്ട് തിരി. എന്താ ലവ്വോ ഹാർട്ട്. ഇപ്പൊ അമ്മ പറയണ്ട കേട്ടോ. അമ്മ പറയാൻ പാടില്ല. എന്റെ ഹാർട്ട് അമ്മയാണ്. നെഞ്ചിനുള്ളിൽ നീ കിച്ചു. എന്നാ അമ്മ കൂടെ ഒന്ന് എടുത്തോ. ഞാനോട് പോയിക്കാം. ഇതെങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കാം മുട്ടിയെ? ബാഗോ? സ്കൂള്? അക്ഷരം പഠിക്കുക. ടീച്ചർ മാഷ്. ഗുരു എന്നാണ്. അധ്യാപകൻ. അധ്യാപകൻ, മാഷ്. അടി. ഗുരു, ടീച്ചർ, മഹേഷ്, സാറെന്നാ. ടീച്ചർ, അധ്യാപക, ശിക്ഷ. മാർക്കോണോ? ജാങ്കോ. ടീച്ചർ. കുട്ടികള് ആക്ഷൻ കാണിക്കുന്നത് നല്ല അറിയോ? ടീച്ചർ, മാഷ്. ഹെഡ് മാസ്റ്ററോ? HM. അല്ലല്ല, അത് പറ്റില്ല. ആ പരിപാടി പറ്റില്ല. എനിക്ക് കിട്ടണില്ല. അത് കിട്ടണം. എത്ര അക്ഷരം പറ? എത്ര അക്ഷരം കാണിക്ക്? അത് ഒരേതില് 3 അക്ഷരം? 6 അക്ഷരം. അതിന്റെ ഓരോ ഫസ്റ്റത്തെ അക്ഷരം പറ. ഫസ്റ്റത്തെ അക്ഷരം മീശയാണോ? ആകാശം, ടെറസ്, വൈറ്റ്, വെള്ള, ലൈറ്റ്, വെള്ള, സ്കൂൾ, അണ്ടർഗ്രൗണ്ട്, ആകാശം, മഴ, ആകാശം, മാനം.
അമ്മ കാണിച്ചു കൊടുത്തു. നിക്ക് അവിടെ മാനം പറ ബാക്കി പറ. ഇത് അതിന്റെ ആദ്യമാണോ? രണ്ടാമത്തെ നിക്ക് അത് പറ്റില്ല. ആ മീശ ആൺ മാഷ് അധ്യാപകൻ മാഷ് മാഷിന്റെ വേറെ മാഷിന്റെ വേറെ മാഷിന് എന്താ പറയാ പിന്നെ സാറ് ആകെ ആറ് വാക്കല്ലേ ഉള്ളൂ. ആകെ 6 വാക്കേ ഉള്ളൂ. ഇതില് ഇപ്പൊ എന്താ കഴിഞ്ഞത്? മാനം കഴിഞ്ഞു. മാനം ഫുള്ള് മാനെന്നുണ്ടോ? മാനോ മാ പറഞ്ഞ പിന്നെന്താ? മാഷ് എന്നാണ് വരിക. സാറെന്ന അധ്യാപകൻ. അച്ഛനാ സ്കൂളിൽ തന്നെയല്ലേ പറഞ്ഞ്? സ്കൂളിന് മേലുള്ളതോ? സ്കൂളിലുള്ളത് തന്നെയാണോ ചോദിക്കുന്നത്? മാഷല്ല ജിമ്മോ? PT മാഷോ? എന്തെങ്കിലും പോലീസ് എക്സൈസോ? മസില് തടി കയ്യ് തടി ശക്തി. ഏയ് അടിയല്ല മീശ പിരിക്കലോ? എന്ത് കാണിക്കേ? മാസ്റ്റർ എന്താ? സാറിന്റെ മുകളിൽ ആരോ മാഷല്ലല്ലോ മാസ്റ്റർ എന്നാണ്. ഞാനേ മാഷാണെന്ന് എത്ര ഇന്ന മാഷാണ് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ മാഷിന്റെ കാര്യം പറഞ്ഞപ്പോ ഇങ്ങനെ കാണിക്കുമ്പോ അല്ല അധ്യാപകനാണോ ചോദിച്ചപ്പോ അതിന്റെ മുകളിൽ എന്ന് പറഞ്ഞ മീശ കാണിച്ചു കൊടുത്തില്ലേ? അപ്പൊ അതൊക്കെ മാഷ് ചട്ടച്ചു ദൈവേ. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കട്ടെ. ഇത് അമ്മ പറ്റേ ഇരിക്കി സമാധാനത്തിൽ ചുട്ടിന്റെ കാണിച്ചിട്ട് നല്ല രസമായിരിക്കും. അയ്യോ അതെന്താ കാണിക്ക്? അയ്യോ അട്ടകാസോ? ആകാശദൂതോ? ആ ശരി അച്ചുവിടെ ഇരുന്ന് കിച്ചുവിടെ ഇരുന്ന് കുഞ്ഞ് എന്ത് പുഴ അങ്ങനെ സിനിമ ഉണ്ട്. കുട്ടിക്ക് ഇത് എന്താന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല കുട്ടിക്ക്. അതാ ഇതാ അടിപൊളി. മൂന്നക്ഷരേ ഉള്ളൂ. കണ്ണനോ?
ഓടക്കുഴലോ? ആ അതിന്റെ നന്ദനം. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി നീയാണേ. ആ എന്നാ ഇനി നീയാണ്. അല്ലല്ല അവര് കാണിച്ചു അച്ചു കാണിച്ചു. എപ്പോ അമ്മു ഇനി അമ്മു വാ. അല്ല അമ്മു അച്ചുട്ടി അവിടെ പോയിരുന്നോ? ആ അവിടെ പോയിരുന്നോ? ഇവിടെ 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 ആ ശരി താ. ഒതുങ്ങിയിരിക്കും. ആ അതാ കണ്ടോളൂ അമ്മൂട്ടിയുടെ പ്രകടനം. നിക്ക് നേരെ അങ്ങനെ ആരാ പറഞ്ഞു? ഗപ്പിന്നാണ്. അവിടെ പോയിരുന്ന അമ്മ ഇതെന്താ ഒരാളോ? അച്ചുട്ടി അവിടെ ഇരിക്കും. അമ്മ താഴെ ഇരിക്കും. വണ്ണ് എന്താ ആവേശം. അടിയോ ഒരടിയോ? ഒന്ന്. ഒരാള് ഇങ്ങോട്ട് നേരെ കാണാം. ഒരാള്. ഒരു രാത്രിയോ? ഒരു പാതിരാത്രി. കിച്ചനത് എന്താ പറയുന്നത് എത്തിപ്പിടി കിട്ടില്ല. കളിക്ക് കൊടുക്ക് കിച്ചിട്ടാ. ആ പെട്ടു അച്ചു. തൂങ്ങി വരണോ? അല്ല ഇവിടെ അമ്മൂടാ അല്ലെങ്കിൽ അവിടെ തന്നെ പറയണം. തൂങ്ങലോ? അതൊന്നുമല്ല വിട്ടു. മരണം. കുരിശോ? പിന്നെ വീട്. അതേ അല്ല എന്നാണ് പറഞ്ഞത്. മരിച്ചു. മാല വീണ് പോയി. മലയുടെ മോളിന്. എന്ത്? ആ മരണപ്പെട്ടു. ആ മരണപ്പെട്ടതിന് പിറ്റേ ദിവസം പറയൂ. തൂക്കയറോ? അഞ്ചെണ്ണം. കഴുത്ത് മരിച്ചു തൂങ്ങി വരണോ? അച്ഛൻ ടെറസിന് മുകളില്. എന്തൊക്കെ പറയുന്നു? കൈ കൊണ്ട് കാണിക്കാം. ഒരക്ഷരം പറ. കൈ കൊണ്ട് കാണിക്കാൻ പാടില്ല. വായാണോ? മായാണോ? കാലുകൊണ്ട് കാണിക്കാൻ പാടില്ല. ഡെത്ത്. അച്ചുട്ടിപ്പിളാണ് പെട്ടത്.
മാർക്കോ ആ ആ മാർക്കോ ആ മാർക്കോ അല്ല അല്ല പറഞ്ഞു കൊടുക്ക അതിന്റെ അക്ഷരങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞു കൊടുക്ക അച്ചു അച്ചു അക്ഷരങ്ങൾ മരണം മരിച്ചു ഫാദിര മരിച്ചു കൊന്നു ഏത് ഇതെങ്ങനെ പറഞ്ഞു കൊടുക്കും കൊലപാതകം ചതു എന്നെ അതെങ്ങനെ കാണിക്കില്ലേ ജീവനം ജീവനം ചെറു ചെറു അച്ഛ ചെറുതാക്കി ഓരോ അക്ഷരങ്ങളായിട്ട് പറഞ്ഞതാ ജീവിതം ഇതൊക്കെ അങ്ങനെ ആംഗ്യം കാണിച്ച അങ്ങനെ പാടില്ല ഇനി അപ്പം മാനത്തെ കൊട്ടാരോ ആ ആ ആ ആ ആ മഞ്ഞുമൽ ബോയ്സ് മഞ്ഞുമേൽ പൈസോ ആ ആ ആ പറഞ്ഞോ ഇത് പറഞ്ഞോ ചിത്രച്ചായി ഓരോ അക്ഷരം പറഞ്ഞു കൊടുക്കല്ലേ അതിന് ഒരു അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്ക് പോവാ ആ പോയോ മാ ആ മൈൻഡി മരണാന്തരം അത് പറ്റില്ല ഫുൾ എഴുതി കാണിച്ചു കൊടുക്കാൻ പറ്റില്ല മാവി പോയി അമ്മാവൻ മരണക്കിടക്കയിലോ അങ്ങനെ അമരൻ തോറ്റോ തോറ്റു മുന്നറിയിപ്പ് അയ്യോ മരണം ഇത് മരണം കൂടി എന്ത് ബന്ധമുള്ളത് എന്റെ ഏട്ടാ ഈ മുന്നറിയിപ്പ് ഇങ്ങനെ അപ്പൊ അച്ഛന് വേറെ വല്ലതും കൊടുത്ത ഞാനതാണ് മുന്നേ എന്ന് പറയുന്നത് ചോദിച്ചത് നമുക്ക് മുന്നേക്ക് വേണ്ടേ അവിടെ അതിന് അച്ഛൻ അങ്ങനെ ലേട്ടനെ അപ്പൊ മുന്നേ ആവു അച്ഛന്റെ ബുദ്ധിയൊക്കെ എന്റെ അമ്മ അടിപൊളി അടിപൊളി ഇതെന്തായാലും നിങ്ങൾക്ക് പറയാൻ കിട്ടില്ല അത് ഉറപ്പാണ് ഏ കൊട്ടല്ലേ അല്ലേ സൗണ്ട് കൊട്ടല്ലേ പറഞ്ഞോ ചെവി ആന 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 ആ ആനപ്പറമ്പിലെ വേൾഡ് കപ്പ് ആനച്ചന്തോ ആന 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 കയ്യോ ആന മോതിരോ ആനക്കള്ളൻ ആന കറുപ്പോ ആനവളെ ആനവളെ ആനക്കിലുക്കം ഞാൻ പറഞ്ഞില്ലേ വലുമ്മ ആന്നോ ആൻമേരി കൽപ്പനാണെന്നോ ഇതെങ്ങനെയൊക്കെ പറയുന്നത് ആൻമേരി കൽപ്പനാണ് അപ്പൊ അതാണ് ഇത് എന്തെങ്കിലുമൊക്കെ ഒരു ഭയത്തില് പറയണേ അതിനെന്താ ഞാൻ പറഞ്ഞില്ലേ ആനല്ലേ ആന പറഞ്ഞു ഞാൻ ആൻ്റെ വഴിക്ക് പോവല്ലേ ചെയ്യാ ആന പറഞ്ഞു കലി കാണിച്ചു ഇരിക്കച്ചു ശരിയല്ലേ പറയട്ടെ ലാലേട്ടൻ ലാലേട്ടന്റെ സിനിമ എത്ര അക്ഷരം 2 അക്ഷരോ പറയും 3 അക്ഷരോ
ആ രണ്ടുപേരില് രണ്ട് മക്കളും അല്ലേ? ആ ആ കൊല്ലും കൊല്ലും. ആ അയ്യോ പറഞ്ഞേരാ അയ്യോ ഞാൻ പറഞ്ഞേരാ എന്താ. അയ്യോ അതിന്റെ സെക്കൻഡ് പാർട്ട് വന്നിട്ട് വരുന്നുണ്ടല്ലോ അല്ലേ? സെക്കൻഡ് പാർട്ട് വന്നു, മൂന്നാമത്തെ ഭാഗം വരുന്നത്. അയ്യോ അതിനെ പറഞ്ഞേരാ. അയ്യോ അയ്യോ ഞാൻ പറയാ അതിന്റെ മകള് എന്താ മകളല്ല മീനൊരാളെ കൊന്നിട്ട് അതിന്റെ കുറ്റം എടുക്കണല്ലേ? തിയേറ്റർ ഉടമയല്ലേ അയാള്? തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ആളല്ലേ? അതിനെന്താ പറയാ? ദൃശ്യം. കുട്ടികൾക്ക് കഥ പറഞ്ഞത് അവര് പറഞ്ഞത് അവൻ ഞാൻ ദൃശ്യം ഞാൻ പറഞ്ഞില്ലേ? ലാസ്റ്റ് തേണ് കേട്ടോ കിച്ചു. ദൃശ്യത്തിന് ഇങ്ങനെ പറഞ്ഞതേ ഇങ്ങനെയാണോ ദൃശ്യം കാണിച്ചു തരിക? ഇംഗ്ലീഷിൽ പറയണ. ഇംഗ്ലീഷാണ് പേര്. ആ ശരി. ബെസ്റ്റ് ഫ്രണ്ട്സാ ഡിയർ ഫ്രണ്ട് എന്നിട്ടാണോ? അങ്ങനെ സിനിമ ഉണ്ടോ? ഡിയർ ഫ്രണ്ട് പോലെ സിനിമ ഉണ്ട്. ഓ എന്റെ മകനെ നീ പടാപ്പാട്ട് ഈ ഡിയർ ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെ പറഞ്ഞു കൊടുക്കാനാണ്? നമ്മളെ വീഡിയോയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി വരുന്നത് ഈ വീഡിയോയിൽ എങ്ങനെയാണ് അഭിപ്രായം പറയണം. ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് പറയണം. നമുക്ക് അതിനനുസരിച്ചുള്ള വീഡിയോ മാറ്റങ്ങൾ നാളെ തൊട്ടുണ്ടാവും. എന്തായാലും ആയിട്ട് എന്തായാലും ഒരേ രീതി കുക്കിംഗ് എല്ലാം കണ്ട് മടുത്തുണ്ടാവും. അപ്പം അതിനൊക്കെ ഒരു മാറ്റം. കാരണം നമുക്ക് നല്ല വെയിലാണ്, പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ടാണ് വീഡിയോക്ക് തീരെ ക്ലാരിറ്റി കിട്ടില്ല. അപ്പോൾ അത് കാരണം നമ്മളിങ്ങനെ ഒതുങ്ങി വീട്ടിനുള്ളിലേ ഇരുന്നാണ്. അപ്പോഴേക്കും നോക്കുമ്പോൾ സുകന്യനെ നോക്കുമ്പോൾ ആ സമയത്ത് തന്നെ കറക്റ്റ് പൊന്നൂസ് വാശി പിടിച്ച് സുകന്യയോട് പോയി. അല്ലെങ്കിൽ സുകന്യ കൂടി എന്ന് ഉണ്ടാവുമായിരുന്നു. പക്ഷെ നോക്കുമ്പോൾ അതിന് പറ്റിയില്ല. ഈറ്റിംഗ് ചലഞ്ചും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള പിന്നെ ഡാൻസ് പാട്ട് എല്ലാം മക്കളുടെ എല്ലാവരുടെയും കൂട്ടിയിട്ട് നമ്മൾക്ക് എന്തായാലും നമുക്ക് കൂടുന്ന രീതിക്കൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി എന്തായാലും മാറ്റങ്ങൾ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും അഭിപ്രായം പറയണം. ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നടക്കണം.